പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലൂയിസ് ബെസ്ലി. ആദ്യത്തെ ചോദ്യം: പഴയ നിയമത്തിൽ സംതൃപ്തി പ്രാപിച്ചവർ മെതിക്കുകയും പുതിയ നിയമത്തിൽ യേശു ഭക്ഷിച്ചതായും കാണുന്ന ഒരു ഭക്ഷ്യവസ്തു ഏതാണ്? ഉത്തരം: തേൻകട്ട. സദൃശ്യവാക്യം 27:7, ലൂക്കോസിന്റെ സുവിശേഷം 24:42. അടുത്ത ചോദ്യം: രാജകീയ ഭക്ഷണം ലഭിച്ചിട്ടും നന്ദിപൂർവം നിരസിച്ച വ്യക്തി ആരാണ്? ഉത്തരം: ബർസില്ലായി. 2 ശമൂവേൽ 19:33-35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സംഗീതവുമായി ബന്ധം. സ്ത്രീനാമം പൂവിൻ്റെ പൊടി. ഒരു പ്രത്യേക ഭാഷയിൽ ആദ്യ 2 അക്ഷരങ്ങൾക്ക് ഉന്തുക എന്ന അർത്ഥം ലഭിക്കും. ഇതെല്ലാം ഉൾപ്പെടുന്ന 5 അക്ഷര അമൂല്യ വസ്തു എന്താണ്? ഉത്തരം: പുഷ്പരാഗം. പുറപ്പാട് പുസ്തകം 28-20 വാക്യം. സംഗീതവുമായി ബന്ധം രാഗം. സ്ത്രീനാമം പുഷ്പ, പൂവിൻ്റെ പൊടി, പരാഗം. ഒരു പ്രത്യേക ഭാഷയിൽ ആദ്യ 2 അക്ഷരങ്ങൾക്ക് ഉന്തുക എന്നർത്ഥം ലഭിക്കും. പുഷ്, ഇംഗ്ലീഷ് ഭാഷയിൽ. അടുത്ത ചോദ്യം: പൂന്തോട്ടത്തിൽ വസിക്കുന്നത് എന്താണ്? ഉത്തരം: നീതി. യെശയ്യാവിൻ്റെ പ്രവചനം 32-16 വാക്യം. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അതിവേദനയോടുള്ള പ്രാർത്ഥനയിൽ സംഭവിച്ചതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു അസാധാരണ മാറ്റം പഴയ നിയമത്തിൽ ഒരു കൂട്ടർക്കും തോന്നി. എന്താണത്? ഉത്തരം: പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ലൂക്കോസിന്റെ സുവിശേഷം 22-44 വാക്യം. പഴയ നിയമത്തിൽ മോവാബ്യർക്ക് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. 2 രാജാക്കന്മാർ 3-22 വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിൽ ആർക്കാണ് ആദ്യമായി നോൺ വെജ് മാംസാഹാരം കഴിക്കുവാനുള്ള സുവർണ അവസരം ലഭിച്ചത്? ഉത്തരം: നോഹയ്ക്ക്. ഉൽപ്പത്തി പുസ്തകം 9-3 വാക്യം. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഒരു നാമം പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ ദൈവം ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നതായി കാണാം. ഏതാണ് ആ നാമം? ഏതാണ് ആ വ്യക്തി? ഉത്തരം: യേശുവിൻ്റെ നാമം മനുഷ്യപുത്രൻ. മത്തായിയുടെ സുവിശേഷം 8-20, 9-6 വാക്യങ്ങൾ. യഹസ്കേലിനെ മനുഷ്യപുത്ര എന്ന് പഴയ നിയമത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നു. യഹസ്കേലിന്റെ പ്രവചനം 2-1 വാക്യം, 2-3 വാക്യം. അടുത്ത ചോദ്യം: സൗരഭ്യം പരത്തുവാൻ കഴിയുന്ന ഈ വിശിഷ്ട ഫലത്തിന് ഒരു കൈമാറ്റം നടന്നതിൽ പങ്കുണ്ട്. ഏതാണ് ഈ ഫലം? ഉത്തരം: ദൂതായിപ്പഴം. ലേയ യാക്കോബിനെ ദൂതായിപ്പഴം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ഉൽപ്പത്തി പുസ്തകം 30-16. സുഗന്ധം വീശുന്നു. ഉത്തമഗീതം 7-14 വാക്യം. അടുത്ത ചോദ്യം: കേരളത്തിലെ ഒരു ഗ്രാമം, ആഴ്ചയിലെ ഒരു ദിവസം, ഒരു ആഭരണം. 3-2 അക്ഷരങ്ങൾ ചേർന്നാൽ ഒരു മൃഗവും ചെറിയ ചരടിന് നാട്ടിൻപുറങ്ങളിൽ ഈ വാക്കും ഉപയോഗിക്കുന്നതായി കാണാം. ഒരു ലോഹം, ഒരു കോവിലകത്ത് അലങ്കരിച്ചിരുന്ന ഇതെല്ലാം ഉൾപ്പെടുന്ന 5 അക്ഷര വസ്തു ഏതാണ്? ഉത്തരം: വെള്ളിവളയം. എസ്തേറിന്റെ പുസ്തകം 1-6 വാക്യം. ഗ്രാമം വളയം കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. ദിവസം വെള്ളി, ആഭരണം വള,
ചരടിന് വള്ളി എന്ന് പലയിടങ്ങളിൽ പറയുന്നു. മൃഗം വള്ളിപ്പുലി. ഹോശേയുടെ പ്രവചനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പാലിൽ അല്പം തൈര് അഥവാ ഉറ ചേർത്ത് 12 മണിക്കൂർ വെച്ചാൽ പുളിച്ചു കിട്ടും എന്ന ശാസ്ത്രീയ സത്യത്തെ തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പ്രസ്താവിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കർത്താവ് ഒരു രാജാവിനെ വിശേഷിപ്പിച്ച ഒരു ഉപകരണം, അത് ഒരു പ്രവാചകനോട് എടുത്തുപയോഗിക്കുവാൻ ദൈവം പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? രാജാവ് ആരാണ്? ഉപകരണം ഏതാണ്? ഉത്തരം അശ്ശൂർ രാജാവിനെ. യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി. യെഹെസ്കേലിനോട് മൂർച്ചയുള്ളൊരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക എന്ന് പറഞ്ഞു. യെഹെസ്കേലിന്റെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ജീവനില്ലാത്ത വസ്തുവിനോട് കൽപ്പിക്കുവാനും പ്രവചിക്കുവാനും ദൈവം പറഞ്ഞ 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം മോശയും യെഹെസ്കേലും. സംഖ്യാപുസ്തകം 20-7 മോശയോടും യെഹെസ്കേലിന്റെ പ്രവചനം 37-4 യെഹെസ്കേലിനോടും ദൈവം പറഞ്ഞു. അടുത്ത ചോദ്യം, മോശെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ 12 പേരെ അയച്ച സീസൺ ഏതായിരുന്നു? ഉത്തരം മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചെടുത്തതായി പറയുന്ന ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഫറവോന്റെ പാനപാത്രവാഹകരുടെ പ്രമാണി. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 1-21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ഈ വാക്ക് കാണുവാൻ കഴിയും. പെട്ടകത്തിന് ഉണ്ടായിരുന്നു അസാധാരണ രക്ഷപ്പെടൽ, അപകടം മൂലമുണ്ടായ വ്യാധി, മരണം ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിൽ ദൃഷ്ടി പതിപ്പിക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പും ശലോമോൻ നൽകുന്നുണ്ട്. എങ്കിൽ എന്താണിത്? ഈ സൂചനകളുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാമാണ്? മുന്നറിയിപ്പ് എന്താണ്? ഉത്തരം കിളിവാതിൽ. നോഹയുടെ പെട്ടകത്തിൽ കിളിവാതിലുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. രക്ഷപ്പെടൽ രാഹാബ്, ദാവീദ്, പൗലോസ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 15, 1 ശമൂവേൽ 19-ാം അധ്യായം 12, 2 കൊരിന്ത്യർ 11-33. കിളിവാതിലൂടെ വീണ് വ്യാധി ഉണ്ടായത് അഹസ്യാവിന്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യം. കിളിവാതിലൂടെ വീണ് മരണപ്പെട്ടത് യൂത്തിക്കോസ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 8-9 വാക്യങ്ങൾ. മുന്നറിയിപ്പ് കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. സഭാപ്രസംഗി 12-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ക്ഷാമത്തിനും താപത്തിനും ആഹാരമാകുന്നത് എന്താണ്? ഉത്തരം ഹിമജലം. ഇയ്യോബിന്റെ പുസ്തകം 24-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒന്നിലധികം കാണുന്ന ഈ വ്യക്തിനാമവും ഒരു ഭക്തന്റെ ജന്മദേശവും സമാനമാണ്. സമാനമായ ആ നാമം ഏതാണ്? ഭക്തൻ ആരാണ്? ഉത്തരം ഊസ്. വ്യക്തിനാമം ഊസ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 23, 22-ാം അധ്യായം 21, 1 ദിനവൃത്താന്തം 1-17,
1 ദിനവൃത്താന്തം 1:42. ഭക്തൻ ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന സ്ഥലത്തിലെ ശോഭ പോലെയുള്ളത് ആരാണ്? ഉത്തരം ബുദ്ധിമാന്മാർ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു സംഖ്യയാണ്. ഞാൻ പല വ്യക്തികളുമായും പല കാര്യങ്ങളുമായും ബന്ധമുണ്ടെങ്കിലും പ്രധാനമായും ആശ്രയവും പുച്ഛഭാവവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധരായ 2 വ്യക്തികളുമായി എനിക്ക് മറക്കാനാകാത്ത ബന്ധമുണ്ട്. ഞാൻ ആരാണ്? ആ 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം സംഖ്യ 10. വ്യക്തികൾ: 1-ാമത്തെ വ്യക്തി യാക്കോബ്. ലാബാൻ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 7-ാം വാക്യം. 2-ാമത്തെ വ്യക്തി ഇയ്യോബ്. 10 പ്രാവശ്യം സ്നേഹിതന്മാർ ഇയ്യോബിനെ നിന്ദിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേശുവും ശിഷ്യന്മാരും കടന്നുപോയ ഒരു തോട് ഏതാണ്? ഉത്തരം കിദ്രോൻ തോട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഞങ്ങൾ ഒരു വ്യക്തിനാമമല്ല, ഞങ്ങളെ പൊതുവായി പറയുന്ന നാമമാണിത്. ഞങ്ങളിൽ ഒരുപാട് പേരെ ബൈബിളിൽ കാണാൻ കഴിയും. എങ്കിലും വേദപുസ്തകത്തിൽ ഞങ്ങൾ വ്യസനിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും ഞങ്ങൾ മുഖാന്തരം വളരെ വ്യസനം അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്ന വ്യക്തിയെയും കാണാൻ സാധിക്കും. എങ്കിൽ ആരാണ്? 2 വ്യക്തികൾ ആരെല്ലാമാണ്? ഉത്തരം ഞങ്ങൾ വില്ലാളികൾ. വ്യസനിപ്പിച്ചത് യോസെഫ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. വ്യസനത്തിലായത് ശൗൽ. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 3-ാം വാക്യം. 1 ശമൂവേൽ 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കറുത്ത മേഘത്തെ പോലെ ദൈവം തുടച്ചു കളയുന്നത് എന്താണ്? ഉത്തരം ഇസ്രായേലിന്റെ ലംഘനങ്ങളെ. യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആദ്യ വാക്കിന് മറ്റൊരാളെ പറയുന്നതിൻ്റെ അർത്ഥവും അവസാന 2 അക്ഷരങ്ങൾക്ക് കേരള സദ്യയുമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധം. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒറ്റ വാക്ക്. മാത്രമല്ല ഇതൊരുവനിൽ തന്നെ ഞൊടിയിടയിൽ പ്രത്യക്ഷമാകുന്നതും ഹനിക്കുന്നതുമാണ്. എങ്കിൽ എന്താണിത്? ആരിലാണ് ഇത് പ്രത്യക്ഷമാകുന്നതും ഹനിക്കുന്നതും? ആരിലാണ് എന്നത് വ്യക്തിനാമം അല്ല. ഉത്തരം നീരസം, ഭോഷനിൽ. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നീരസം ഭോഷനെ കൊല്ലുന്നു. സദൃശ്യവാക്യം 12:16 പറയുന്നു, ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു. മറ്റൊരാൾക്ക് പറയുന്നത് നീ. കേരള സദ്യയുമായി ബന്ധം രസം. അടുത്ത ചോദ്യം, വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നത് ആരാണ്? ഉത്തരം ബാബേൽ. യിരെമ്യാവിന്റെ പ്രവചനം 51-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഭിത്തിയിൽ നിന്നും നിലവിളിക്കുന്നത് എന്താണ്? ഉത്തരം കല്ല്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ദരിദ്രരെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സ്വയമായി രക്ഷിക്കാൻ കഴിയാത്തത് ആർക്കാണ്? ഉത്തരം ശീഘ്രഗാമിക്ക്.
ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ ദൈവദൂതൻ സംസാരിച്ച ദമ്പതിമാർ ആരാണ്? ഉത്തരം യോസെഫും മറിയയും. മത്തായിയുടെ സുവിശേഷം 1:20, ലൂക്കോസ് 1:28. അടുത്ത ചോദ്യം, ശൈത്യകാലത്ത് നടന്ന ഒരു ഉത്സവം ഏതാണ്? ഉത്തരം പ്രതിഷ്ഠോത്സവം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 1-3 അക്ഷരങ്ങൾ ചിലരുടെ തൊഴിൽ മേഖലയിലെ വസ്ത്രം, 1-5 അക്ഷരങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തി സ്ഥലം, 1-4 അക്ഷരങ്ങളുടെ ഒരു ചിഹ്നം മാറ്റിയാൽ ഇത് ആഹാരമായി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ 5 അക്ഷരമുള്ള 2 മൃഗങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം 1-3 അക്ഷരങ്ങൾ വസ്ത്രം കാക്കി, 1-5 അക്ഷരങ്ങൾ ആരാധനാമൂർത്തി സ്ഥലം കാവ്, 1-4 അക്ഷരങ്ങൾ ആഹാരം കാട, 5 അക്ഷരമുള്ള 2 മൃഗങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം കാളക്കിടാവ്. യെഹെസ്കേലിന്റെ പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ദൈവവചന പഠനത്തിനായി ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.